വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ യുഎഇ തലസ്ഥാനമായ അബുദാബിയിൽ ചർച്ച തുടങ്ങി. റഷ്യ, യുക്രൈൻ, US രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ച ദിവസങ്ങൾ നീണ്ടുനിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിനോജ്, വർഷങ്ങളായി തുടരുന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധം. അതിനിടെ പലതവണ സമാധാനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടന്നു. അതിനിടെ ഇപ്പോൾ US-ന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ എത്ര കണ്ട് പ്രതീക്ഷ വെക്കണം ഷിനോജ്? അലിഷ, ഈ ഫെബ്രുവരിയിൽ 4 വർഷം പിന്നിടുകയാണ് ഉക്രൈൻ റഷ്യ സംഘർഷം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോംവഴികളുണ്ടോ ഈ സംഘർഷം പരിഹരിക്കാൻ എന്നുള്ളതിൻ്റെ സാധ്യതകൾ ആരായുന്നതിനാണ് 3 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ചർച്ച ഇപ്പോൾ അബുദാബിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ US പ്രസിഡന്റിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റഷ്യയുടെ സൈനിക മേധാവികൾ പങ്കെടുക്കുന്നുണ്ട്. റഷ്യ പ്രസിഡന്റിൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. ഉക്രൈൻ്റെ സൈനിക മേധാവിയും അതേപോലെ തന്നെ ഉക്രൈൻ ഭരണ നേതൃത്വത്തിലുള്ളവരുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഈ ചർച്ച അബുദാബിയിൽ തുടരും എന്നാണ് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അറിയിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അബ്ദുള്ളയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ചർച്ച അബുദാബിയിൽ പുരോഗമിക്കുന്നു. ചർച്ചയിലൂടെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ ഇതിലൂടെ സാധ്യമാകും, സമവാക്യങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്കായി എത്തിയ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് നേരിൽ കണ്ട് ഇന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷം ലഘൂകരിക്കുകയും ഇതിനൊരു സമാധാനപരമായ അവസാനമുണ്ടാക്കുകയും ആണ് UAEയുടെ ലക്ഷ്യം എന്നാണ് UAE പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഈ 2 രാജ്യങ്ങളും അംഗീകരിക്കുന്ന രാജ്യമാണ് UAE. നേരത്തെ ഈ തടവുകാരെ മോചിപ്പിക്കുന്നതിൽ UAE കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. റഷ്യയുടെയും ഉക്രൈൻ്റെയും ആയിരക്കണക്കിന് തടവുകാരെ നേരത്തെ UAE ഇടപെട്ട് മോചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അബുദാബിയിൽ ഒരു സമവായ ചർച്ച ഇപ്പോൾ നടക്കുന്നത്. അലീഷ, ഷിനോജ്, കഴിഞ്ഞ തവണ ചർച്ച നടന്നപ്പോഴും ഈ ഉപാധികളുടെ പേരിലാണ് അത് തീരുമാനത്തിലെത്താതെ പോയത്. അതിനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുമ്പോൾ കീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ പ്രദേശങ്ങളൊക്കെ ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ അത് റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നായിരുന്നു റഷ്യ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. ഇതിന് US പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. പക്ഷേ യുക്രൈൻ ആ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാടെടുത്തു. അത്തരത്തിൽ പല ഉപാധികളും റഷ്യ മുന്നോട്ട് വെച്ചത് യുക്രൈൻ അംഗീകരിക്കാൻ ആകുന്നതായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഉപാധികളുടെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് 2 രാജ്യങ്ങളും തയ്യാറാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ എന്തൊക്കെ ഉപാധികളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഷിനോജ്? ഇപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് ചർച്ച ആണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരം ഉപാധികളുടെ മേലെ അല്ല എന്നുള്ള നിലയ്ക്കാണ്, ഒരു പുനരാരംഭം എന്നുള്ള നിലയ്ക്കാണ് ഈ ചർച്ചകളെ ഇപ്പോൾ കാണുന്നത്. നേരത്തെയുള്ള ഉപാധികളുടെ ഏത് തരത്തിൽ ഈ ചർച്ചയെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അവർ ഒന്നും പറയുന്നില്ല. ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നു എന്നുള്ള നിലയ്ക്കാണ് റഷ്യയുടെയും ഉക്രൈൻ്റെയും പ്രതിനിധികൾ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം US ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് US പ്രസിഡന്റിൻ്റെ പ്രതിനിധികളും അബുദാബിയിലെത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു പുതിയ സമവായത്തിനാണ് ശ്രമം നടക്കുന്നത്. പിടിച്ചെടുത്ത ഭാഗങ്ങൾ വിട്ടുകൊടുക്കുമോ, നേരത്തെയുള്ള ഉപാധികളിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച തുടരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരു പുതിയ ചർച്ച അബുദാബിയിൽ തുടങ്ങുന്നു എന്നുള്ള നിലയ്ക്കാണ് ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. അലീഷ, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളാണ് US-ന്റെ നേതൃത്വത്തിൽ അബുദാബിയിൽ പുരോഗമിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടഞ്ഞ ഗസയുടെ ഭാവിക്കായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ച US. ന്യൂ ഗസ എന്ന പേരിലാണ് പദ്ധതി. ഗസ നിവാസികളുമായി കൂടിയാലോചന നടത്താതെയാണ് പുനർനിർമ്മാണ പദ്ധതി വിഭാവനം ചെയ്തത് എന്ന വിമർശനവും ശക്തമാണ്. അതിനിടെ സമാധാന കൗൺസിൽ നിലവിൽ വന്ന ശേഷവും ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതി തുടരുകയാണ്. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, കഴിഞ്ഞ ദിവസം ഈ സമാധാന സമിതിയിൽ കൂടുതൽ രാജ്യങ്ങൾ അംഗത്വം എടുക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ഇപ്പോഴും ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുണ്ട്. അതിനിടെയാണ് ഗസയെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതിയുമായി ട്രംപ് എത്തുന്നത്. എന്താണ് ഈ ന്യൂ ഗസ പദ്ധതി എന്നതുകൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് അബ്ബാസ്?
അനീഷ, ഈ ഗസയിൽ കഴിഞ്ഞ ദിവസം ഈ ബോർഡ് ഓഫ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ഗസ എന്ന പ്രമേയവുമായി ഈ ഒരു ആശയത്തിൽ ഗസയുടെ പുനർനിർമ്മാണത്തിനായി US ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ദാവോസിൽ US പ്രസിഡന്റ് മരുമകനും അതുപോലെ ബിസിനസ്മാനും ഇൻവെസ്റ്ററുമൊക്കെ ആയിട്ടുള്ള ജറാദ് കുഷ്ണറാണ് ഈ ഒരു ട്രംപിൻ്റെ ഈ ന്യൂ ഗസ പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. ഇതുപ്രകാരം ഗസയിൽ വളരെ വലിയ അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ ഗസയെ ഒരു ടൂറിസം മേഖലയാക്കി വികസിപ്പിക്കുക, ഗസയുടെ സമഗ്രമായ സാമ്പത്തികവും അതുപോലെ സാമൂഹികമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതി എന്നുള്ള നിലക്കാണ് ജറാദ് കുഷ്ണർ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഗസയുടെ പുനർനിർമ്മാണം തന്നെയാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതുപ്രകാരം ഈ ഗസയുടെ പുനർനിർമ്മാണത്തിൽ മാത്രമല്ല, ഗസയുടെ ഒരു സാമ്പത്തികമായ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി, ഒരു മാറ്റം കൂടി ഈ ഒരു പ്ലാൻ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് മെഡിറ്ററേനിയൻ തീരത്ത് വലിയ ചുംബികളായ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഒരു 100,000-ലേറെ ഹൗസിംഗ് യൂണിറ്റുകളൊക്കെ ഈ ഒരു പദ്ധതി പ്രകാരം ജറാദ് കുഷ്ണർ വിഭാവനം ചെയ്യുന്നുണ്ട്. അതുപോലെ മാളുകൾ, ഹോട്ടലുകൾ, ബീച്ചുകൾ, അതുപോലെ കളിസ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള വേറെയും പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ തുറമുഖങ്ങളുണ്ട്, അതുപോലെ എയർപോർട്ടുകൾ, റെയിൽ ശൃംഖലകൾ, ഇങ്ങനെ ഗസയുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്, പദ്ധതിയാണ് ഈ ഒരു പ്ലാൻ പ്രകാരം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്ലാൻ പ്രകാരമുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഗസ സിറ്റി, അതുപോലെ തന്നെ ഖാൻ യൂനിസ്, ഇതുപോലെ റഫ, ഈ മേഖലകളിലൊക്കെ പുനർനിർമ്മാണത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു പ്ലാൻ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഏകദേശം 25 ബില്യൺ $, ഒരു പ്രോജക്റ്റാണ് എന്നാണ് പറയുന്നത്. ഒരു PPP മോഡലാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുക എന്നുകൂടി US-ൻ്റെ പദ്ധതി രേഖ പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരുപാട് വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഗസയിൽ താമസിക്കുന്ന ആളുകളോട് സംസാരിക്കാതെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ യുദ്ധത്തിന് ശേഷം വീട് നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് മനുഷ്യർ നിലവിൽ ഗസയിലുണ്ട്. അവർ ടെൻറ്റുകളിൽ താമസിക്കുകയാണ്. അവർക്ക് വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ അതുപോലെ മരുന്നോ കിട്ടാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ. ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് യുദ്ധത്തിന് ശേഷം സ്വന്തം പ്രോപ്പർട്ടി, സ്വന്തം സ്വത്തിലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യർ കൂടിയാണ്. ഇങ്ങനെ ഈ ഗസയിൽ ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് പുറത്തുവിട്ടിരിക്കുകയാണ് ട്രംപ്. ഇസ്രായേൽ ആക്രമണം ഒരു വശത്ത് തുടരുന്നുണ്ട്. ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ ഗസയ്ക്ക് എന്താണോ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അബ്ബാസ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അബ്ബാസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 വർഷത്തിലധികമായി സമാധാനം എന്താണ് എന്ന് ഗസ നിവാസികൾ അറിഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായി വേണ്ട കുടിവെള്ളം, ഭക്ഷണം, മെഡിക്കൽ സൗകര്യം എന്നുള്ളവയൊന്നും അവർക്ക് കാര്യക്ഷമമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കേൾക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക്കാണ്. പക്ഷെ അതിന് പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അത്യന്തം ദയനീയമായ ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമാധാന സമിതിയിലെ അംഗങ്ങളൊന്നും ഇതിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ലേ അബ്ബാസ്? ഈ ബോർഡ് ഓഫ് കൗൺസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വന്ന ഒരു സമിതി മാത്രമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ, അതിന് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഗസയിലെ സമാധാനത്തിന് വേണ്ടി US-ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പദ്ധതിക്ക് അറബ് രാഷ്ട്രങ്ങളടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളും അതുപോലെ മറ്റ് സമാന മനസ്കരായിട്ടുള്ള രാഷ്ട്രങ്ങളും അവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുക എന്നുള്ളത് അവരുടെ മൗലികവും അടിസ്ഥാനപരവുമായ ആവശ്യമാണ്. ഈ ആവശ്യത്തെ പിന്താങ്ങുക, അതിന് സപ്പോർട്ട് കൊടുക്കുക, പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ പദ്ധതിക്ക് ഈ അറബ് രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതും. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ജറാദ് കുഷ്ണർ അവതരിപ്പിച്ച ഈ പദ്ധതിയുള്ളത്. ഈ പദ്ധതിയുടെ വിമർശനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അതിൽ നേരത്തെ അനീഷ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ അടിസ്ഥാനപരമായി
അടിസ്ഥാനപരമായി ബേസിക്കായിട്ട് അവിടുത്തെ ആളുകളെ കേൾക്കുക എന്നുള്ള സംഗതി അത് നടന്നിട്ടില്ല. അതില്ലാതെ ഒരു തരത്തിലുള്ള ഇമ്പോസാണ്, ഒരു അടിച്ചേൽപ്പിക്കലാണ് ഈ കാര്യത്തിൽ നടക്കുന്നതെന്നാണ്. ഇത് ഒരു മനോഹരമായ ഒരു പദ്ധതി, ഗസയുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള, ഗസയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായ പദ്ധതി അവതരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായ തലത്തിലേക്കുള്ള ഒരു നോട്ടം, ഒരു സൂക്ഷ്മമായ തലത്തിലേക്കുള്ള അതിൻ്റെ ഒരു ഫ്രെയിം വർക്കുകളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ പ്രോപ്പർട്ടിക്കും അതുപോലെ ഭൂമിക്ക് മേലുള്ള അവരുടെ റൈറ്റിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിച്ചില്ല എന്നുള്ളതും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഫലസ്തീനികൾക്ക് അകത്ത് തന്നെ ഇത്തരം ഒരു പദ്ധതി വരുന്നതിനോട് രാഷ്ട്രീയപരമായ പ്രതിരോധങ്ങളുണ്ട്, നമുക്കത് അറിയാം. തങ്ങളുടെ ഭൂമിക്ക് മേലുള്ള ഒരു പരമാധികാരത്തെക്കുറിച്ച് അവർക്ക് ആശങ്കകളുണ്ട്, അവരുടെ ഭൂമിക്ക് മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ച് ആശങ്കകളുണ്ട്. ഇങ്ങനെ ഒരു പബ്ലിക് പ്രൈവറ്റ് ഒരു പാർട്ണർഷിപ്പ് പ്രകാരം ഒരു പദ്ധതി വരികയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അധികാരം, അതിൻ്റെ പരമാധികാരം ആർക്കാണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാത്തിടത്തോളം കാലം അത്തരം ആശങ്കകളൊക്കെ സാധുവായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ബോർഡ് ഓഫ് കൗൺസിൽ രൂപവൽക്കരിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഒരു ലാർജറായിട്ടുള്ള ഒരു ലാർജർ ഭാഗം എന്നുള്ള നിലയിലാണ് ഈ ഒരു പുതിയ റീകൺസ്ട്രക്ഷൻ പ്ലാൻ കൂടി പുനർനിർമ്മാണ പദ്ധതി കൂടി US അവതരിപ്പിച്ചിട്ടുള്ളത്. അത് എന്തുമാത്രം യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ് എന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും ഇത് കാണുന്ന സമയത്ത് ഗസയിലെ മെഡിറ്ററേനിയൻ ബീച്ചുകളിൽ വലിയ ആകാശം മുട്ട ആകാശത്തിനുയരെ നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ, അതുപോലെ ഹൗസിംഗ് യൂണിറ്റുകൾ, ബീച്ചുകൾ, റിസോർട്ടുകൾ, ഇങ്ങനെയുള്ള മാളുകൾ, ഇങ്ങനെയുള്ള വലിയ പദ്ധതികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്തുമാത്രം യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടത് കൂടിയാണ് അനീഷ. എസ് അബ്ബാസ്, അതോടൊപ്പം തന്നെ ഗസയിൽ ഇപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ US പോലും, അല്ലെങ്കിൽ US-ന്റെ ഇടപെടൽ പോലും ഈ ആക്രമണം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഫലപ്രദമാക്കാത്തത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു സമ്മർദ്ദം ചെലുത്താൻ സാധിക്കാത്തത് അബ്ബാസ്? ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നയനിലപാടിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഏതെങ്കിലും തരത്തിലുള്ള UN അടക്കമുള്ള അന്താരാഷ്ട്ര ബോഡിയുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെയോ നിർദ്ദേശങ്ങളെ തീരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് ഗസയിലെ ആക്രമണത്തിൽ ഇസ്രായേൽ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ബോർഡ് ഓഫ് പീസിൻ്റെ രൂപീകരണത്തിന് ശേഷം മാത്രം 4 പേർ ഗസ സിറ്റിയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇതോടുകൂടെ ഒക്ടോബർ 10 സീസ്ഫയറിന് ശേഷം, വെടിനിർത്തലിന് ശേഷം 477 പേർ ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി. 1300-ലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഗസയിൽ ഇസ്രായേലിലെ നരനായാട്ട്, മനുഷ്യക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത അതോട് കൂടെ നിലനിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ പുനർനിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ US അടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെയൊക്കെ അവഗണിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഗസയിലെ ആക്രമണം, അതുപോലെ ഗസയോടുള്ള നിലപാട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. നമുക്കറിയാം, റഫ അതിർത്തി തുറക്കുക എന്നുള്ളത് ഈ ഒരു പീസ് പാക്റ്റിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. എന്നാൽ അതിൽ ഇതുവരെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഈ അടുത്ത ആഴ്ച തുറക്കും, നാളെ തുറക്കും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ടെങ്കിൽ പോലും റഫ അതിർത്തി തുറന്ന് ഗസയിലെ മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മരുന്നും അതുപോലെ ചികിത്സയും ഒക്കെ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ. അന്താരാഷ്ട്ര രാജ്യങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കണം. ഇന്റർനാഷണൽ പ്രഷർ വളരെ വലിയ രീതിയിലുണ്ട്. എങ്കിൽ പോലും ഇസ്രായേൽ അതിന് പുല്ലുവരെ കൽപ്പിക്കുന്ന, പാടെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു നയ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അനീഷ. ഏതായാലും ഒരു വശത്ത് ന്യൂ ഗസ പദ്ധതിയുമായി ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ട്രംപ് പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ മറുവശത്ത് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ പദ്ധതിക്ക് പോലും യാതൊരു വിലയും നൽകാതെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. റഫ അതിർത്തി തുറക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടുമില്ല. അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. സൗദിയിൽ സ്കൂളുകളിലെ ഉയർന്ന തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് നടപ്പാക്കും. അറബിക് മീഡിയമുള്ള സൗദി സ്കൂളുകൾക്കാണ് ചട്ടം ബാധകം. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
രാജ്യത്തെ പഠന ഗുണനിലവാരം ഉയർത്തുന്നതിനായി വിദ്യാഭ്യാസ മൂല്യനിർണ്ണയ കമ്മീഷനാണ് ഭേദഗതി നിർദ്ദേശിച്ചത്. സൗദി സ്കൂളുകളിലെ ഉയർന്ന തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് നടപ്പാക്കാനാണ് പദ്ധതി. അറബിക് മീഡിയത്തിൽ ക്ലാസുകൾ നടക്കുന്ന സൗദി സ്കൂളുകൾക്കാണ് ചട്ടം ബാധകമാക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര സ്കൂളുകൾക്ക് ഇത് ബാധകമാക്കില്ല. പ്രൊഫഷണൽ ലൈസൻസ് കൈവശമുള്ളവർക്ക് അധ്യാപനം, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, വിദ്യാഭ്യാസ മേൽനോട്ടം, മെന്റർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കാനാകും. ഭേദഗതിക്ക് മുൻപുള്ള ആർട്ടിക്കിൾ അനുസരിച്ച് ലൈസൻസ് കൈവശമുള്ളയാൾക്ക് അധ്യാപന തൊഴിലിന് യോഗ്യതയുണ്ട്. അധ്യാപകർ, വിദ്യാഭ്യാസ സൂപ്പർവൈസർമാർ, സ്കൂൾ പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, സ്റ്റുഡന്റ് കൌൺസിലർമാർ എന്നിവരാണ് ഉയർന്ന തസ്തികകളിൽ പരിഗണിക്കുക. ലൈസൻസ് കാലാവധി കഴിഞ്ഞ ശേഷം 2 വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ പുതിയ അപേക്ഷയായാണ് കണക്കാക്കുക. പിന്നീട് പുതുക്കുന്നതിന് ലൈസൻസ് ലെവൽ അനുസരിച്ച് പ്രൊഫഷണൽ പരീക്ഷകളും ആവശ്യമാകും. മീഡിയ 1 ജിദ്ദ. ദേശീയ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുവൈത്തിലെ പൌരത്വ അന്വേഷണ സുപ്രീം കമ്മിറ്റി നടപടി ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളായി പൌരത്വ ഫയലുകളിൽ നടന്ന വ്യാപകമായ വ്യാജരേഖ ചമയ്ക്കൽ കേസുകൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ചില കേസുകളിൽ സാങ്കല്പിക സഹോദരങ്ങൾ, വ്യാജമായി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, ആയിരക്കണക്കിന് ആശ്രിതർ എന്നിവ ഉൾപ്പെടെയുള്ള കൃത്രിമ എൻട്രികൾ നടന്നതായും പരിശോധനയിൽ വ്യക്തമായി. ആഭ്യന്തര മന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് അധ്യക്ഷനായ കമ്മിറ്റിയാണ് 100 കണക്കിന് കേസുകളിൽ പൌരത്വം പിൻവലിക്കാനും റദ്ദാക്കാനും മന്ത്രിസഭയ്ക്ക് ശുപാർശ നൽകാൻ തീരുമാനിച്ചത്. AI ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ശക്തമാക്കാനൊരുങ്ങി സൗദി അറേബ്യ. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകൾ പൂർത്തിയാക്കി. മേഖലയുടെ സൗദിയുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. മൈക്രോസോഫ്റ്റ്, ആമസോൺ, മേഖലയിലെ മറ്റു പ്രധാനികൾ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചയാണ് പൂർത്തിയാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗത്തിനിടെയായിരുന്നു ചർച്ചകൾ. നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ നവീകരണം, AI, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയായിരുന്നു പ്രധാനമായും ചർച്ചയായത്. ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി അബ്ദുള്ള അൽ സ്വാഹയായിരുന്നു രാജ്യത്തെ പ്രതിനിധീകരിച്ചത്. AI, ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം, സാങ്കേതിക വിദ്യയും AIയും നയിക്കുന്ന സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവയായിരുന്നു മൈക്രോസോഫ്റ്റുമായുള്ള കൂടിക്കാഴ്ചയിലെ വിഷയങ്ങൾ. മേഖലയിലെ കൂടുതൽ നിക്ഷേപം ആകർഷിക്കലായിരുന്നു ആമസോണുമായുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. AI മേഖലയിൽ നിലവിൽ വലിയ വികസനങ്ങളാണ് രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ മൊബൈൽ വാഹനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്ഥിരം സമിതി രൂപീകരിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അബ്ദുള്ള അൽ അജീൽ മന്ത്രിതല ഉത്തരവ് പുറപ്പെടുവിച്ചു. മൊബൈൽ വാഹന ലൈസൻസ് അപേക്ഷകൾ പരിശോധിക്കൽ, നിയമചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, സാങ്കേതിക മാനദണ്ഡങ്ങൾ അംഗീകരിക്കൽ എന്നിവയാണ് പ്രധാന ചുമതല. പ്രവർത്തനത്തിനായി അനുമതിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അംഗീകരിക്കുകയും ആവശ്യമായാൽ ലൈസൻസുകൾ റദ്ദാക്കാൻ ശുപാർശ നൽകുകയും ചെയ്യും. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മദീന, ഖസീം, ഹായിൽ, തബൂക്ക്, അൽ ജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴയെത്തുക. മേഖലകളിൽ ആലിപ്പഴ വർഷത്തിനും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നു. കുവൈത്തിൽ അതിശക്തമായ തണുപ്പ് തുടരുന്നു. സാൽമിയിൽ -8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി. ഇന്നലെ പുലർച്ചെ സൗദി അതിർത്തിക്കും ബൌബിയാൻ ദ്വീപിനും സമീപമുള്ള സാൽമിയിൽ താപനില -3 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു. ഇറാഖ് അതിർത്തിയിലെ അബ്ദിലിയിൽ വ്യാഴാഴ്ച പുലർച്ചെ -1 ഡിഗ്രി രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരും ദിവസങ്ങളിൽ പരമാവധി താപനില 12 മുതൽ 21 ഡിഗ്രി സെൽഷ്യസിനും കുറഞ്ഞത് 5 മുതൽ 11 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കുവൈത്തിൽ തണുപ്പ് ശക്തമായതോടെ വീടുകളിലോ അടച്ചിട്ട ടെന്റുകളിലോ കൽക്കരി കത്തിക്കുന്നത് ഗുരുതര അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ജനറൽ ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. കൽക്കരി കത്തിക്കുമ്പോൾ നിറമോ മണമോ ഇല്ലാത്ത കാർബൺ മോണോക്സൈഡ് വാതകം പുറത്തുവരുമെന്നും നിശബ്ദ കൊലയാളിയായ ഇത് അടച്ചിട്ട ഇടങ്ങളിൽ വേഗത്തിൽ അടിഞ്ഞുകൂടുമെന്നും ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗരീബ് വ്യക്തമാക്കി. വാതകം കണ്ടെത്താനാകാതെ ബോധക്ഷയത്തിനും ശ്വാസം മുട്ടലിനും മരണത്തിനും ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ സർക്കാർ, സ്വകാര്യ ആരോഗ്യ മേഖലകളിലെ ജീവനക്കാർക്കും ആരോഗ്യ വിദഗ്ധർക്കും പുതിയ ഡ്രസ് കോഡ് നടപ്പിലാക്കാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി മന്ത്രിതല തീരുമാനം പുറത്തിറക്കി. ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണൽ നിലവാരം ഉയർത്താനും
സ്ഥാപനപരമായ ഭരണം ശക്തിപ്പെടുത്താനുമാണ് നടപടി. ഔദ്യോഗിക വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം. അതോടൊപ്പം അമിത പെർഫ്യൂം ഒഴിവാക്കണമെന്നും ടാറ്റൂകൾ മറയ്ക്കണമെന്നും നിർദ്ദേശിച്ചു. ഡ്രസ് കോഡ് ഏകീകരിച്ച സുരക്ഷയും രോഗികളുടെ വിശ്വാസവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ ബാങ്കിംഗ് സേവന നിരക്കുകളിൽ വരുത്തിയ കുറവ് പ്രാബല്യത്തിൽ വരുത്തി. പ്രാദേശിക ബാങ്കുകളാണ് പ്രാബല്യത്തിൽ വരുത്തിയത്. സൗദി ബാങ്കുകളിൽ അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള നിരക്ക് ഇനി പരമാവധി 2% സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശമാണ് ബാങ്കുകൾ നടപ്പാക്കി തുടങ്ങിയത്. ബാങ്കുകളുടെ വിവിധ സേവന നിരക്കുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം സൗദി ദേശീയ ബാങ്കായ സാമ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി സൗദി പ്രാദേശിക ബാങ്കുകൾ. ബാങ്കിംഗ് സേവന നിരക്കുകളിൽ വരുത്തിയ കുറവാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. പുതുക്കിയ മാനദണ്ഡങ്ങൾ 60 ദിവസത്തിനകം നടപ്പിലാക്കാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും സാമ നിർദ്ദേശം നൽകിയിരുന്നു. ഇതാണ് ഇപ്പോൾ ബാങ്കുകൾ നടപ്പിലാക്കി തുടങ്ങിയത്. അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള നിരക്ക് പരമാവധി 2% നിശ്ചയിച്ചതാണ് പ്രധാന മാറ്റം. GCCക്ക് പുറത്ത് മദാ കാർഡ് ഉപയോഗിച്ചുള്ള അന്താരാഷ്ട്ര പണം പിൻവലിക്കലിനുള്ള ഫീ ഇടപാട് മൂല്യത്തിന്റെ 3% പുതുക്കി നിശ്ചയിച്ചു. പരമാവധി തുക 25 റിയാലായും നിജപ്പെടുത്തി. സൗദിക്കകത്ത് ഇതര ബാങ്കുകളിലേക്ക് 2500 റിയാൽ വരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫീ 50 ഹലാലയായും അതിന് മുകളിലുള്ള തുകക്ക് 1 റിയാലായും പുതുക്കി നിശ്ചയിച്ചു. 1 വർഷത്തിനിടയിലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി. മദാ കാർഡ് റീ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഫീ പരമാവധി 10 റിയാലായും പുതുക്കി നിശ്ചയിച്ചാണ് മാറ്റം വരുത്തിയത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ബഹ്റൈനിലെ ടൂറിസം കേന്ദ്രങ്ങളിലെ നീന്തൽ കുളങ്ങളിലും ബീച്ചുകളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ ടൂറിസം മന്ത്രാലയം. ടൂറിസം കേന്ദ്രങ്ങളിലെ നീന്തൽ കുളങ്ങൾ അംഗീകൃത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംയുക്ത പരിശോധനകളും ഓഡിറ്റിംഗും നടത്താൻ ധാരണയായി. വിനോദസഞ്ചാരികളുടെയും അതിഥികളുടെയും സുരക്ഷയ്ക്കാണ് ടൂറിസം മേഖലയിൽ പ്രഥമ പരിഗണനയെന്ന് ടൂറിസം മന്ത്രി വ്യക്തമാക്കി. സൗദിയിലെ ജിദ്ദയിൽ മീഡിയ 1 സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് 4 മുതൽ രാത്രി 11 വരെ നീളുന്ന ബിസിനസ് കോൺക്ലേവ് മലയാളി ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി മാറും. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും സംരംഭകർ ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് എത്തുന്നുണ്ട്. വിവിധ സെഷനുകളിലായി സൗദി വിപണി സംബന്ധിച്ച് പ്രമുഖർ സംസാരിക്കും. ദമ്മാം റിയാദ് എഡിഷനുകൾക്ക് ശേഷമാണ് ജിദ്ദയിലേക്ക് ഫ്യൂച്ചർ സമ്മിറ്റ് എത്തുന്നത്. അഫ്താബാണ് വിവരങ്ങൾ നൽകാനായി ചേർന്നത്. അഫ്താബ്, ദമ്മാം റിയാദ് എഡിഷനുകൾക്ക് ശേഷമാണ് ജിദ്ദയിലേക്ക് ഫ്യൂച്ചർ സമ്മിറ്റ് എത്തുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? വിശദാംശങ്ങൾ അഫ്താബ്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മീഡിയ 1 ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ എഡിഷനാണ് നാളെ ആരംഭിക്കാനിരിക്കുന്നത്. ഇത് സൗദി അറേബ്യയിൽ മീഡിയ 1 സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ 3ാമത്തെ എഡിഷനാണ്. ആദ്യ 2 എഡിഷനുകൾ റിയാദിലും ഒപ്പം തന്നെ ദമാമിലുമായാണ് നടന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ നാളെ ജിദ്ദയിൽ നടക്കാനിരിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി സംരംഭകരുള്ള ഒരു നഗരം കൂടിയാണ് ജിദ്ദ. ജിദ്ദ എന്ന് പറയുന്നത് മക്ക പ്രവിശ്യയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സമീപത്ത് തന്നെ വ്യത്യസ്തമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പ്രവിശ്യകളുണ്ട്. അവിടെയുള്ള മലയാളി സംരംഭകരുടെ ഒരു മഹാസംഗമം കൂടിയായി നാളെ ഫ്യൂച്ചർ സമ്മിറ്റ് മാറും. ഫ്യൂച്ചർ സമ്മിറ്റ് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് വൈവിധ്യമാർന്ന വിഷയങ്ങളാണ്. അതിൽ സൗദി അറേബ്യ മുന്നോട്ട് പോകുന്ന പാതയിൽ അവരുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളുണ്ട്. ഒപ്പം തന്നെ പുതിയ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുണ്ട്. ഒപ്പം തന്നെ ഓഡിറ്റ് കാലമാണ്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഭാഗമായുള്ള ചർച്ചകളായി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയാളി സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ഈ ഒരു പുതിയ കാലത്തേക്ക് പുതിയ സ്ട്രാറ്റജിയിലേക്ക് മാറണമെന്നുള്ളത് കൂടി ഈ ഫ്യൂച്ചർ സമ്മിറ്റ് പറഞ്ഞു വെക്കും. നമ്മളിപ്പോഴുള്ള ജിദ്ദയിലെ റിറ്റ്സ് കാർട്ടനിലാണ്. ഇവിടെയാണ് ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ വേദി. നാളെ വൈകിട്ട് 4 മുതലാണ് ഫ്യൂച്ചർ സമ്മിറ്റിലെ വ്യത്യസ്തമായ സെഷനുകൾ ആരംഭിക്കുക. അതിൽ നിരവധി അതിഥികളുണ്ട്. ഒപ്പം വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ പ്രമുഖരായ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ജിദ്ദ മാർക്കറ്റിനെയും സൗദി മാർക്കറ്റിനെയും നന്നായി അറിയാവുന്നവരാണ് ഇതിൻ്റെ വ്യത്യസ്തമായ സെഷനുകൾ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഏതാണ്ട് 6 മുതൽ 8 മണിക്കൂർ വരെ നീളുന്ന വൈവിധ്യമാർന്ന സെഷനുകൾ. അതോടൊപ്പം തന്നെ നെറ്റ്വർക്കിംഗ് ആയിരിക്കും ഇതിൻ്റെ മറ്റൊരു മുഖ്യ ആകർഷണം. നമ്മളോടൊപ്പം ഇപ്പോൾ ജിദ്ദയിലെ റിറ്റ്സ് കാർട്ടനിൽ ചേരുന്നത് മീഡിയ 1 GCC ജനറൽ മാനേജർ കൂടിയായിട്ടുള്ള സവാബ് അലിയാണ്. നമ്മുടെ ജിദ്ദ എഡിഷനിലേക്ക് എത്തുമ്പം ദമാമും റിയാദും കടന്നാണ് നമ്മൾ എത്തുന്നത്. എന്തായിരിക്കും നാളെ ഇവിടെ സംഭവിക്കുക?
അഫ്താബ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദമാം റിയാദ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ഒരു ആലോചനയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ അതിനെ ആളുകൾ സ്വീകരിച്ചത് മുന്നിൽ വയ്ക്കുകയും ജിദ്ദ അത് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ജിദ്ദയിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം വെച്ചാൽ അതിൽ നിന്ന് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി, സൗദിയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ നയ നിലപാടുകളെക്കുറിച്ചും സാമ്പത്തികവും ബിസിനസ് രംഗത്തുള്ള പുതിയ വളർച്ചയെക്കുറിച്ചൊക്കെ ആളുകൾ കേൾക്കുന്നതിനുപരി കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാനും ആളുകളിൽ നിന്ന് എൻ്റെ ഡാറ്റ ഉൾപ്പെടെ കിട്ടുന്നതിനും അതുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇന്ന സ്റ്റെപ്പുകൾ വെക്കേണ്ടതുണ്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താനും ആ ഫ്യൂച്ചർ സമ്മിറ്റ് അവർ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജിദ്ദയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ ഫ്യൂച്ചർ സമ്മിറ്റ് മീഡിയ വണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജിദ്ദ എന്ന് പറയുന്നത് സൗദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. മക്കയും മദീനയും യാമ്പും തായിഫും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് മീഡിയ വണിൻ്റെ ഫ്യൂച്ചർ സമ്മിറ്റ് വരികയാണ്. അതോടൊപ്പം തന്നെ അതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തോന്നുന്നത് അതിൽ വരുന്ന പാർട്ടിസിപ്പൻസിൻ്റെ വൈവിധ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചൊരു പക്ഷേ ഇതുവരെ പരിചയമില്ലാത്ത പല മുഖങ്ങളാണ് ഇതിൽ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കിയിട്ട് എത്താൻ പോകുന്നത്. പുതിയ തലമുറയിലുള്ള ആളുകൾ സൗദി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു നെറ്റ്വർക്കിംഗ് സാധ്യതകൾ എത്രമാത്രമായിരിക്കും? കാരണം ഇതിൽ 2 ബ്രേക്ക് വരുന്നുണ്ട്, ഡിന്നർ ബ്രേക്ക് വരുന്നുണ്ട്, ടീ ബ്രേക്ക് വരുന്നുണ്ട്. ഇതൊരു നെറ്റ്വർക്ക് സാധ്യത കൂടി തുറന്നിടുന്നുണ്ടല്ലോ. അതായത് ബിസിനസ് ഇവൻറ്റുകൾ സാധാരണഗതിയിൽ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ബിസിനസ്സുകാരാണ് സാധാരണ അതിൽ പങ്കെടുക്കുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് UAE-യിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ നിന്നും ഉൾപ്പെടെ കഴിഞ്ഞ ഫ്യൂച്ചർ സമ്മിറ്റിൽ നമുക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ റിയാദിൽ നടത്തിയ ഫ്യൂച്ചർ സമ്മിറ്റിൽ റിയാദിൻ്റെ വളരെ വിദൂര പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ അവിടെ വന്ന് ഹോട്ടലെടുത്ത് താമസിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നത്. അതായത് ഇതിനെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നെറ്റ്വർക്കിംഗ് സാധ്യത, അവരുടെ ബിസിനസ്സിനെ വളർത്തുന്നതിനുള്ള നെറ്റ്വർക്കിംഗ് സാധ്യത എന്നത് വളരെ വലുതാണ്. ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താനാണ് 2 ബ്രേക്കുകൾ പ്രത്യേകമായി ഇട്ടുകൊണ്ട് കൂടുതൽ നെറ്റ്വർക്കിംഗ് സാധ്യതകൾ കൂടി ഇതിൽ തുടർന്ന് ഇടുന്നത്. നമ്മൾ വെറുതെ ഒരു ഈവൻറ്റ്, ബിസിനസ് ഈവൻറ്റ് എന്നുള്ളത് മീഡിയ വണിൻ്റെ അജണ്ടയിലേ ഇല്ല. വളരെ സീരിയസ് ആയ എന്നാൽ വളരെ കൃത്യമായ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഇവൻറ്റിൽ നമ്മൾ ആളുകൾക്ക് മുന്നിലേക്ക്, വ്യവസായികൾക്ക് മുന്നിലേക്ക്, സൗദിയിൽ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക്, ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, പുതിയ സ്റ്റെപ്പുകൾ ആലോചിക്കുന്നവർക്കൊക്കെ അവർക്ക് മുന്നിൽ നമ്മൾ തുറന്നു വെക്കുന്നത് എന്ന് തന്നെയാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്യൂച്ചർ സമ്മിറ്റ് നാളെ നടക്കാൻ പോകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ വൈവിധ്യമാർന്ന മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ സൗദിയിലെ മാർക്കറ്റിൻ്റെ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ബ്രാൻഡുകളെ സൗദിയിൽ വിജയിപ്പിച്ചവർ, ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയായി നാളെ ജിദ്ദയിലെ റിറ്റ്സ് കാൾട്ടൺ മാറും. വൈകിട്ട് 4 മുതൽ ആരംഭിക്കുന്ന ഈ വൈവിധ്യമാർന്ന സെഷനോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിംഗ് സെഷനുകൾ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന ബിസിനസ് മേഖലയിലെ ആളുകൾ ഒന്നിച്ചിരിക്കുകയും പുതിയ ബിസിനസ് സാധ്യതകൾ തേടുകയും പുതിയ വെല്ലുവിളികൾ ഏതെല്ലാം തരത്തിൽ മറികടക്കാമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. നാളെ ജിദ്ദയിൽ നടക്കുന്ന ഈ ഒരു ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് റിയാദിൽ നിന്നും ദമാമിൽ നിന്നും ഇതിൻ്റെ സമീപ പ്രവിശ്യകളായ അസീർ, ജീസാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ എത്തും. അവിടേക്കെല്ലാം ജിദ്ദയിൽ നിന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആ പ്രവിശ്യകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും അതോടൊപ്പം തന്നെ ജിദ്ദ മാർക്കറ്റിലുള്ളവരെ, ബിസിനസ്സുകാരെ പരിചയപ്പെടുവാനുമായി വ്യത്യസ്തമായ ആളുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇതിനകം എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ ഒരു ബിസിനസ് സമൂഹത്തിൻ്റെ ക്രീം ലീഡേഴ്സ് ആയിരിക്കും നാളെ ജിദ്ദയിൽ ഒരുമിച്ച് ചേരുക. വൈകിട്ട് 4 മുതൽ ആരംഭിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിന്റെ സെഷനുകൾ അവസാനിക്കുക രാത്രി 12 മണിയോടുകൂടിയായിരിക്കും. മലയാളികൾ നേതൃത്വം നൽകുന്ന ഗൾഫിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ പേസ് ഗ്രൂപ്പിന്റെ 20ാം വാർഷികം ദുബൈയിൽ UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. UAEയുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രതീകമാണ് അന്തരിച്ച PA ഇബ്രാഹിം ഹാജി എന്ന് മന്ത്രി അനുസ്മരിച്ചു. പേസ് സിൽവിയൂറി എന്ന പേരിൽ ഇത്തിസലാത്ത് അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ ആയിരങ്ങളാണ് സംഗമിച്ചത്. ഷിനോജ് ഷംസുദ്ദീന്റെ റിപ്പോർട്ട്. ഇന്ത്യയിലും ഗൾഫിലുമായി 20ലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് പേസ് ഗ്രൂപ്പ്. 1966-ൽ UAEയിലെത്തിയ വ്യവസായി പ്രമുഖൻ അന്തരിച്ച PA ഇബ്രാഹിം ഹാജിയാണ് ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ കേരളത്തിലും അതേപോലെ കർണാടകയിലും ഗൾഫിലാണെങ്കിൽ UAEയിലും കുവൈത്തിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. ഇന്നതിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വലിയ ഒരു പരിപാടി, 5000-ലേറെ പേർ പങ്കെടുത്ത പരിപാടിയാണ് UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ
നഹിയാൻ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് തന്നെ UAE വിദ്യാഭ്യാസ മേഖലയുടെ തന്നെ ഒരു ഐക്കണാണ് PA ഇബ്രാഹിം ഹാജി എന്നാണ്. അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും പ്രവാസികളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കാനായി സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഈ 25ാം വാർഷികം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെ നടത്തിയത്. 1966, almost 60 years ago. Throughout his life, he made significant contributions to our country and to the world. Among his many important accomplishments was the establishment of the PACE group 25 years ago. This is one of the ways his legacy lives on, and it is altogether fitting that your celebration this evening is an expression of pride and gratitude for his fierce commitment to influencing the future of young people through education. The UAE is a nation. ഈ സ്കൂളിന്റെ ഇവിടെ 25 വർഷം മുമ്പ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുകയും വർഷങ്ങളോട് പതിറ്റാണ്ടുകളായി ഇവിടെ ജോലിയെടുക്കുകയും ചെയ്ത ജീവനക്കാരെ ആദരിക്കുന്ന ചടങ്ങും ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിവിധ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ തുടങ്ങിയവരെയും ഈ ചടങ്ങിൽ ആദരിച്ചു. $3,000 സ്റ്റാഫും അവരുടെ ഫാമിലീസ് അടങ്ങുന്ന ഒരു വലിയൊരു ഗ്യാതറിംഗ് ആണ് നമ്മളിന്ന് ഏർപ്പാടാക്കിയിട്ടുള്ളത്. The whole purpose is നമ്മളെ family, the PACE as a family, we're getting together, എല്ലാം ഒരുമിച്ച് കൂടി നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം, വേറൊന്നുമല്ല. അതുകൂടാതെ നമ്മളെ കൂടെ വളരെയധികം വർഷങ്ങളായി വളരെ കമ്മിറ്റഡ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുമുള്ള സ്റ്റാഫുകളെ നമ്മൾ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ പ്രിൻസിപ്പൾ മുതൽ കണ്ടക്ടർ വരെയുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും നമ്മളിന്ന് ആദരിക്കുകയാണ്. സിൽവിയോറ സെലിബ്രേഷൻ ഇത് നമ്മളൊരു ദ ലാർജ് സ്കെയിൽ ഗ്യാതറിംഗ് ആണ്. വി ആർ ഹാവിങ് ഹോപ്പ്ഫുള്ളി അനദർ ഗ്യാതറിംഗ് വെരി സൂൺ. അതിൽ നമ്മൾ ഗെസ്റ്റ്സ് ആൻഡ് വെൽ വിഷേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സ്, അതുപോലെ നമ്മളെ ഈ ജേർണിയിൽ നമ്മളെ കൂടെ നമ്മളെ സ്റ്റാഫ് എല്ലാത്ത നിലയിലുള്ള മറ്റുള്ള ഫീൽഡ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മളെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, മിനിസ്ട്രീസ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഈ എല്ലാ എമിറേറ്റ്സിൽ നിന്നുള്ള മിനിസ്ട്രി ഒഫീഷ്യൽസും പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ഒഫീഷ്യൽസും എല്ലാം നമ്മളെ കൂടെ ഗ്യാദർ ചെയ്ത് ഒരു പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയും 25ാം വാർഷികത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ഉണ്ട് എന്നാണ് ഇതിന്റെ ഡയറക്ടർ സൽമാൻ ഇബ്രാഹിം നമ്മളെ അറിയിച്ചത്. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ജനുവരി 30 നടക്കും. രാവിലെ 9:30 മുതൽ 11:30 വരെ മസ്കത്ത് ഖുറത്തെ SGIVS സെന്ററിലാണ് പരിപാടി. ഓപ്പൺ ഹൌസിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ആശങ്കകൾ ഉന്നയിക്കാൻ അവസരമൊരുക്കും. കോൺസുലർ, പാസ്പോർട്ട്, വിസ തുടങ്ങിയ സേവനങ്ങൾ ലഭിക്കുമെന്ന് എംബസി അറിയിച്ചു. ഓപ്പൺ ഹൌസിൽ സമർപ്പിക്കുന്ന എല്ലാ പരാതികളും വേഗത്തിലുള്ള പരിഹാരത്തിനായി സജീവമായി പിന്തുടരുന്നെന്നും ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള എംബസിയുടെ പതിവ് ഇടപെടലുകളുടെ ഭാഗമാണ് ഓപ്പൺ ഹൌസുകളെന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടെ രൂപവൽക്കരിച്ച ബോർഡ് ഓഫ് പീസ് സമാധാന കരാറിൽ ബഹ്റൈൻ ഔദ്യോഗികമായി ഒപ്പുവച്ചു. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ കോടതി മന്ത്രി ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് കരാറിൽ ഒപ്പിട്ടത്. മേഖലയിലെ സമാധാനത്തിനും സംഘർഷ പരിഹാരത്തിനുമുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധതയാണ് ഈ കരാറിലൂടെ വ്യക്തമാകുന്നതെന്ന് ട്രംപ് പറഞ്ഞു. സൗദിയിലെ റിയാദിൽ കൺസ്ട്രക്ഷൻ ജോലിക്കിടെ മതിലിടിഞ്ഞു വീണ 2 ഇന്ത്യക്കാർ മരിച്ചു. കൊൽക്കത്ത സ്വദേശി സീനുൽ ഹക്ക്, തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മാരിദുരൈ മൂർത്തി എന്നിവരാണ് മരിച്ചത്. ദബാദ്മിയിൽ വെച്ചായിരുന്നു അപകടം. അൽ ഷർഹാൻ കൺസ്ട്രക്ഷൻ കമ്പനി ജീവനക്കാരായിരുന്നു ഇരുവരും. 2 മാസം മുമ്പാണ് കമ്പനി വിസയിൽ ഇന്ത്യയിൽ നിന്ന് എത്തിയത്. റിയാദ് KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാകുന്നുണ്ട്.
ഇന്ത്യൻ വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനും സംഘത്തിനും ഒമാനിൽ സ്വീകരണം. സുൽത്താന്റെ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് വൈസ് അഡ്മിറൽ ഖാമിസ് അൽ റൈസി ഇന്ത്യൻ സംഘത്തെ സ്വീകരിച്ചു. അൽ മുർത്തഫ ക്യാമ്പ് ഓഫീസിലായിരുന്നു സ്വീകരണം. കൂടിക്കാഴ്ചയിൽ പരസ്പര താൽപര്യമുള്ള വിവിധ സൈനിക വിഷയങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും അഭിപ്രായം കൈമാറി. റോയൽ നേവി ഓഫ് ഒമാൻ ആക്ടിംഗ് കമാൻഡർ ജാസിം മുഹമ്മദ് അൽ ബലൂഷിയും ഇന്ത്യൻ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സംഘം മാരിടൈം സെക്യൂരിറ്റി സെന്റർ സന്ദർശിച്ചു. ആർട്ട് ഗാലറികളും ചിത്രശാലകളും നിറഞ്ഞ ദുബായിലെ അൽ ഖൂസ് ക്രിയേറ്റീവ് സോണിൽ ഇനി റോഡുകളും പാലങ്ങളും കൂടുതൽ സർഗാത്മകമാകും. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ സഞ്ചാരികൾക്കുമാണ് ഇവിടെ നിർമ്മിച്ചത് ചിത്രപ്പണികൾ നിറഞ്ഞ മനോഹരമായ പാലമാണ്. ഇന്നു മുതൽ ഈ പാലം യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. ദുബൈയിലെ ക്രിയേറ്റീവ് സോൺ എന്നറിയപ്പെടുന്ന അൽഖൂസിലെ അൽമാനാറ സ്ട്രീറ്റിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കടന്നുപോകാവുന്ന ഈ 45 മീറ്റർ പാലം മനോഹരമായ ചുമർ ചിത്രം കൊണ്ട് വേറിട്ട കാഴ്ചയൊരുക്കുകയാണ്. ഇതിനു പുറമെ ക്രിയേറ്റീവ് സോൺ, ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ, അൽഖൂസ് ബസ് സ്റ്റേഷൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന 3 മൊബിലിറ്റി ഹബ്ബുകളും ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. സൈക്കിളിലും നടന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയുന്ന വിധം 4 കിലോമീറ്റർ പ്രത്യേക ട്രാക്കുകളാണ് ഇവിടെ നിർമ്മിച്ചത്. അടുത്ത ദിവസം ആരംഭിക്കുന്ന അൽഖൂസ് ആർട്ട് ഫെസ്റ്റിവലിന് മുന്നോടിയായാണ് ഈ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുന്നത്. കലാമേളകൾ നടക്കുന്ന വാരാന്ത്യ ദിനങ്ങളിൽ ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി ആസ്വാദകർ സൈക്കിളിലും നടന്നും എത്തി പ്രദർശനങ്ങൾ ആസ്വദിക്കാൻ സൗകര്യമൊരുക്കാനാണ് RTIയുടെ പദ്ധതി. മീഡിയ 1 ദുബായ്. അബുദാബി സെന്റ് സ്റ്റീഫൻസ് ഇടവകയിലെ കൊയ്ത്തുത്സവം മറ്റന്നാൾ നടക്കും. ഇടവകയിലെ കുടുംബങ്ങൾ പാകം ചെയ്ത വിഭവങ്ങളാണ് കൊയ്ത്തുത്സവത്തിന്റെ പ്രത്യേകത. അച്ചയൻസ് കോർണർ, കാനായിലെ തട്ടുകട എന്നിവയുണ്ടാകും. ഞായറാഴ്ച വൈകുന്നേരം മുസഫ മാർത്തോമ പള്ളി അങ്കണത്തിൽ ഇടവക വികാരി ഫാദർ ജിജു എൻ ജോൺ ഇടവക മഹോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. കർണാടകയിലെ ബഡ്കൽ അഞ്ജുമാൻ എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗോള സംഗമം നാളെ അബുദാബിയിൽ നടക്കും. അബുദാബി മില്ലേനിയം അൽ റൌദ ഹോട്ടൽ മിലാൻ എന്ന പേരിലാണ് സംഗമം. ഇന്ത്യ, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്ന് 600ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. KMCC യാംബു സെൻട്രൽ കമ്മിറ്റിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സഹീർ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പ്രൗഢമായ തുടക്കം. യാംബു റദ്വ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, കായിക സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. നാസർ നടുവിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. 13 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിന്റെ ഫൈനൽ ജനുവരി 30 നടക്കും. മദീന ഹറമിൽ ഇഫ്താർ കിറ്റ് വിതരണത്തിന് താൽപര്യമുള്ള കമ്പനികൾക്കും വ്യക്തികൾക്കും രജിസ്റ്റർ ചെയ്യാൻ അവസരം. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ഹറമിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യാനാകൂ. റമദാനിൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യാനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പെർമിറ്റിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയതായി ഇരുഹറം കാര്യാലയം അറിയിച്ചു. വ്യക്തികൾക്ക് ഞായറാഴ്ച മുതൽ 2 ദിവസത്തേക്കും സന്നദ്ധ സംഘടനകൾക്ക് വരുന്ന ബുധനാഴ്ച മുതൽ 3 ദിവസത്തേക്കും അപേക്ഷകൾ സമർപ്പിക്കാം. എഹ്സാൻ പ്ലാറ്റ്ഫോം, ന്യൂസുക്ക് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അംഗീകൃത കമ്പനികൾ നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ വില, വിതരണം ചെയ്യേണ്ട സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ നൽകണം. ആവശ്യമായ രേഖകളും ഫീസും സഹിതം മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. റമദാൻ മാസത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമമായി ഇഫ്താർ സേവനം ഉറപ്പാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ് തീരുമാനം. സാബിത് സലീം, മീഡിയ 1, മദീന.